എല്ലാവർക്കും നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മേടക്കുറി ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളെ നോക്കാം. ഏഴരശനി കാലമായതിനാൽ ഒരു വശം അനാവശ്യ ചെലവുകൾ അധികരിക്കുന്നത് പോലെയുള്ള ദോഷഫലങ്ങളും മറുവശം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ പോലെയുള്ള അനുകൂല ഫലങ്ങളുമായിരിക്കും മേടക്കുറുകാർക്ക് ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ യോഗമുണ്ടാകും. പക്ഷേ പഠനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ചിലപ്പോൾ വീടും നാടും വിട്ട് വളരെ ദൂരെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഡിസംബർ മാസം വരെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുറേ കാലമായി ഉള്ളിൽ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങൾ സഫലമാകും. ജൂൺ മാസം മുതൽ പുതിയ വാഹനം വാങ്ങാനോ വീടുപണി ആരംഭിക്കാനോ സാധിക്കുന്നതാണ്. വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. വിവാഹപ്രായമായവർക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനും കുടുംബത്തിൽ പുതിയ അംഗം വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. എങ്കിലും ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചെലവുകളും അധികരിക്കുന്നതാണ്. ചെറുപ്പക്കാർക്ക് പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളും മുതിർന്നവർക്ക് സന്താനങ്ങളുടെ പഠനം, ആരോഗ്യം എന്നിവ മൂലം മനോവിഷമം ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണെങ്കിലും നവംബർ മാസം മുതൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. ഭക്ഷണകാര്യങ്ങളിൽ കൃത്യമായ ചിട്ട പാലിക്കുന്നതിലൂടെ വയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ തടുക്കാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വർഷം മേടക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇടവക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.